കല്യാണം കഴിഞ്ഞ് ഒമാനിലേക്ക് വരുമ്പോൾ എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പോൾ തന്നെ ജോലി കിട്ടി മല മറിക്കും എന്നൊക്കെ. പക്ഷെ അതൊക്കെ എൻ്റെ വെറും തെറ്റിദ്ധാരണയാണെന്ന് ഇവിടെ വന്ന് ജോലി നോക്കിയപ്പോൾ മനസ്സിലായി. എനിക്ക് ജോലിയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഇവിടെ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ലൈസൻസ് വേണം. അങ്ങനെയാണ് ഞാൻ ഫെമിഷ് ബിസിനസ് സൊല്യൂഷനെ കുറിച്ച് കേൾക്കുന്നത്. ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള A to Z കാര്യങ്ങൾ അവർ നമുക്ക് ചെയ്തു തരും. എനിക്കൊരു ബിസിനസ് തുടങ്ങണം. ബൈ ബിസിനസ് തുടങ്ങാൻ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. എങ്ങനെ ലൈസൻസ് എടുക്കാം? ഒരു കമ്പനി ഫോർമേഷൻ എത്ര റിയാലോ? ഭയങ്കര കാശൊക്കെ ആവോ? ഇവിടെ മിനിമം എന്ത് ബിസിനസ് ഓപ്പൺ ചെയ്യാനാണെങ്കിലും മിനിസ്ട്രി രജിസ്ട്രേഷൻ ഫീസ് 81 റിയാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, ലൈസൻസ് മാത്രം പോരാലോ, ഇവിടെ നിൽക്കാനുള്ള വിസയും കൂടി വേണ്ടേ? അതെങ്ങനെ കിട്ടും? അതിനല്ലേ നമ്മളുള്ളത്. കമ്പനി ഫോർമേഷന്റെ കൂട്ടത്തിൽ തന്നെ 2 വർഷത്തെ ഇൻവെസ്റ്റർ വിസയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാമിന് എന്തൊക്കെ സർവീസസ് ഇവിടെ വേണോ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കമ്പനി ഫോർമേഷൻ, ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ്, ബിസിനസ് പാർട്ട്ണർ പ്രൊഫഷൻ, ഗോൾഡൻ വിസ, അങ്ങനെ കുറെ നമുക്ക് ഇവിടെ സർവീസസ് അവൈലബിൾ ആണ്. ആക്ച്വലി ഇവിടെ ഗോൾഡൻ വിസ ഒക്കെ കിട്ടൂലേ? ഭാവിയിലെ വലിയ ബിസിനസ്സുകാരി ആവണമായിരുന്നു. എനിക്ക് എന്തായാലും ഗോൾഡൻ വിസന്റെ ആവശ്യം വരും. പിന്നെ അല്ല, കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവട്ടെ. 1 വർഷമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ തന്നെ ഗോൾഡൻ വിസയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യില്ലേ? അതെ ലബി, ഞാനിപ്പോ എന്റെ ഫാമിലീസിന് ഇവിടെ വിസിറ്റിംഗിൽ കൊണ്ടുവരാന്ന് വിചാരിക്കണം. അപ്പൊ ഒരു വിസിറ്റിംഗ് വിസ എടുക്കണേന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരോ? അതിനെന്താ, അതിനൊക്കെ നമ്മളില്ലേ, അതിന് റിലേറ്റഡ് എല്ലാ PR റിലേറ്റഡ് സർവീസസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മിനിസ്ട്രി ഫീസിന്റെ കൂടെ 5 റിയാലിന്റെ സർവീസ് ഫീ മാത്രമേ മേടിക്കുന്നുള്ളൂ. പിന്നെ എന്ത് റിലേറ്റഡ് സർവീസസ് വേണമെങ്കിലും ഫെമിഷിനെ കോൺടാക്ട് ചെയ്യാം. വർക്കിൽ ഫെമിഷ് ബിസിനസ് സൊല്യൂഷൻ.